Students, so we have already studied about rapidly varying flow and gradually varied flow. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ടൈമിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ റാപ്പിഡ്ലി വാരിയിങ് ഫ്ലോയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് ഹൈഡ്രോളിക് ജമ്പ് ഓർ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹൈഡ്രോളിക് ജമ്പ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ കൺസിഡർ ദ ഫ്ലോ ഓഫ് വാട്ടർ ഓവർ എ ഡാം. ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടുള്ളതാണത് 16.27. ദ ഹൈറ്റ് ഓഫ് വാട്ടർ അറ്റ് ദ സെക്ഷൻ 1 ഈസ് സ്മോൾ. Okay, as we move towards downstream, the height or depth of water increases rapidly over a short length of the channel. This is because at the section 1 the flow is shooting flow. Okay, as the depth of water at section 1 is less than critical depth. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ ചെറിയൊരു ലെങ്ത് ഓഫ് ചാനലിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ലെങ്ത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫ്ലോ, വാട്ടറിൻ്റെ ഫ്ലോ ഓക്കെ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ലെസ് ആവുകയും ഓക്കെ ഡെപ്ത് വളരെ കുറഞ്ഞ് ഓക്കെ ഒരു ഡൗൺ ഉണ്ടായി ദെൻ പെട്ടെന്ന് തന്നെ വാട്ടർ റൈസ് ചെയ്ത് പോകുന്നു. അതായത് ഉയർന്ന് എന്ത് ചെയ്യുന്നു, ഈ 2 പറഞ്ഞ സെക്ഷനിലോട്ട് എത്തുമ്പോൾ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു. സോ ഈ 1 എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഇവിടെ ഒരു ഡാം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഡാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഈ ഡാമിൻ്റെ ഓവർ ദി ഡാം എന്ത് ചെയ്യുന്നു, വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഫിഗറിൽ നിങ്ങൾക്ക് ഈ ഡാം എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് കാണാമല്ലോ. ഓവർ ദി ഡാം ഫ്ലോ ചെയ്യുന്നു. ദെൻ അത് പെട്ടെന്നൊന്ന് അറിയാമല്ലോ, ആസ് യൂഷ്വൽ നമുക്ക് ഇമാജിൻ ചെയ്യാം എന്താണ്, ഇതിലൂടെ ഓവർഫ്ലോ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ താഴോട്ട് പെട്ടെന്ന് വരും. അതാണ് അവിടെ ഈ 1 എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു ഷൂട്ടിംഗ് ഫ്ലോ. ഓക്കെ, വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഇമ്പാക്റ്റിൽ പെട്ടെന്ന് തന്നെ വാട്ടർ താഴോട്ട് ഫ്ലോ ചെയ്ത് അതൊന്ന് റൈസ് ചെയ്ത് മുകളിലോട്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലെങ്ത്ത്, ഇവിടെ ഇതൊരു വളരെ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ലെങ്ത്താണ്. ആ ലെങ്ത്തിൽ തന്നെ വാട്ടർ ഡൗൺ ആവുകയും അതുപോലെ തന്നെ അത് റൈസ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. സോ ആ ചെറിയൊരു ലെങ്ത്തിൽ തന്നെ ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ റാപ്പിഡ്ലി വാരിയിങ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ നോൺ യൂണിഫോം ഫ്ലോ, ചാനൽ ഫ്ലോയിൽ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് ഈ പറയുന്ന ലെങ്ത്ത് മാറുമ്പോഴത്തേനും എന്താണ്, അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോയും വെലോസിറ്റിയും ഒക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ലെങ്ത്തിൽ തന്നെ ഡെപ്ത് എന്തായി, വളരെ ചെറുതായി, അവിടുന്ന് വെലോസിറ്റി ഒന്ന് കൂടി, പിന്നെ ഇങ്ങനെ ഒരു റൈസ് ഉണ്ടായി. അപ്പോൾ അതാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ഒരു ഷൂട്ടിംഗ് ഫ്ലോ ഉണ്ടായി, പെട്ടെന്ന് ഈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടർ റൈസ് ഉണ്ടായി. അത് വളരെ ചെറിയൊരു ലെങ്ത്തിലാണ് സംഭവിച്ചത്. So shooting flow is an unstable type of flow and does not continue on the downstream side. ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു ലെങ്ത്തിൽ തന്നെ ഇൻ ബിറ്റ്വീൻ ഒരു ലെങ്ത്തിൽ തന്നെ അതങ്ങ് ഇല്ലാതാവും. പിന്നെ അത് സാധാരണ പോലെ സ്ട്രീമിങ് അല്ലെങ്കിൽ ട്രാങ്ക്വയിൽ ഫ്ലോ ആയിട്ട് മാറും. ഓക്കെ, സോ ദെൻ ദിസ് ഷൂട്ടിംഗ് വിൽ കൺവേർട്ട് ഇറ്റ് സെൽഫ് ഇൻ ടു എ സ്ട്രീമിങ് ഓർ ട്രാങ്ക്വൽ ഫ്ലോ ആൻഡ് ഹെൻസ് ഡെപ്ത് ഓഫ് വാട്ടർ വിൽ ഇൻക്രീസ്. ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, this sudden increase of depth of water is called the hydraulic jump or standing wave. അതായത് ഈ ഡാമിന് അക്രോസ് വാട്ടർ വന്നു, പെട്ടെന്ന് എന്ത് ചെയ്തു, വാട്ടർ ലെവൽ അങ്ങ് ഡൗൺ ആയി, വെലോസിറ്റി കൂടി, എന്നിട്ട് പെട്ടെന്ന് ഒരു സഡൻ ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, സഡൻ ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, ദിസ് ഷൂട്ടിംഗ് വിൽ കൺവേർട്ട് ഇൻ ടു എ സ്ട്രീമിംഗ് ഓർ ട്രാങ്ക്വൽ ഫ്ലോ ആൻഡ് ഹെൻസ് ഡെപ്ത് ഓഫ് വാട്ടർ വിൽ ഇൻക്രീസ്. അങ്ങനെ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്തു, ഒരു സ്ട്രീമിംഗ് ഫ്ലോ ആയി മാറി ഷൂട്ടിംഗ് ഫ്ലോ. എന്താണ് ഈ ഒരു പിന്നെ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്തു. ദിസ് സഡൻ ഇൻക്രീസ് ഓഫ് ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചാടുക എന്നുള്ള മീനിങ് ആണല്ലേ. അപ്പോൾ ഇതെന്താണ്, പെട്ടെന്ന് ഡൗൺ ആയി ഒരു ജമ്പ് ഉണ്ടായി, അതിനെ തന്നെയാണ് ഒന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത് അല്ലേ. സോ ഹൈഡ്രോളിക് ജമ്പ് ഈസ് ഡിഫൈൻഡ് ആസ്, ഒന്നുകൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്താണ്, ദി റൈസ് ഓഫ് വാട്ടർ ലെവൽ which takes place due to the transformation of the unstable shooting flow, that is supercritical flow അല്ലേ, to the stable streaming flow, that is subcritical flow. സോ അപ്പോൾ ഈ ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറഞ്ഞു, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്നൂടെ പറഞ്ഞു. നമ്മൾ ഫ്രോട്ട് നമ്പറിൻ്റെ ബേസിൽ ഫ്രോട്ട് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ആണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം ഫ്രോട്ട് നമ്പർ എന്നുള്ളൊരു നമ്പറൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പോർഷൻ ഒന്നുകൂടെ നിങ്ങൾ നോക്കാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കലിന് പെട്ടെന്ന് തന്നെ
ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രീമിംഗ് ഫ്ലോയിലേക്ക്, അൺസ്റ്റേബിളിൽ നിന്ന് സ്റ്റേബിളിലേക്ക് പെട്ടെന്ന് ചെറിയൊരു ലെങ്ത് ഓഫ് ചാനലിൽ ആ ഒരു ചെറിയൊരു ലെങ്ത് സെക്ഷനിൽ തന്നെ ഈ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ പറയുന്നത് റാപ്പിഡ് ഫ്ലോയിൽ, റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ എന്ന് പറയും. അതിനെ നമ്മൾ എന്ത് പറയും, അതിൽ നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, വെൻ ഹൈഡ്രോളിക് ജമ്പ് ടേക്സ് പ്ലേസ് എ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു എഡി ഫോർമേഷൻ ആൻഡ് ടർബുലൻസ് ഒക്കേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈഡ്രോളിക് ജമ്പ് പെട്ടെന്ന് ഡൗൺ ആയി പിന്നെ അങ്ങ് റൈസ് ചെയ്തു, അതിനാണ് നമ്മൾ ഷൂട്ടിംഗ് ഫ്ലോയിൽ നിന്ന് സ്ട്രീമിംഗ് ഫ്ലോയിലേക്ക് മാറുന്ന ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ, ലിക്വിഡിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യും, ഒരു ഡാം എക്രോസ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വാട്ടർ താഴോട്ട് വരുമ്പോൾ അവിടെ എഡി ഫോർമേഷൻ, എഡി എന്ന് വെച്ചാൽ എന്താണ്, ചുഴികളല്ലേ. സോ എഡി ഫോർമേഷൻ കാരണമൊക്കെ ടർബുലൻസും എഡി ഫോർമേഷനും കാരണം എന്തുണ്ടാവും, അവിടെ എനർജി ലോസ് ഉണ്ടാവും, എനർജി നഷ്ടപ്പെടും. ഒരു ഇമ്പാക്റ്റ് ആണല്ലേ, ഇമ്പാക്റ്റും ഉണ്ടാവുന്നുണ്ടല്ലോ, താഴോട്ട് വരുമ്പോഴൊരു ഒരു ഇമ്പാക്റ്റും ആ ഒരു സർഫേസിലോട്ട് ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ എന്തുണ്ടാവും, എനർജി നഷ്ടപ്പെടും അല്ലെ, എനർജി ലോസും ഉണ്ടാവും. ആ എനർജി ലോസ് എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്തത് പഠിക്കും. അതിനു മുമ്പ് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്, എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്, ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിവിടെ 2 ഡെപ്തുകളുണ്ടല്ലേ, ഒന്നെന്താണ് 1-1 എന്ന് പറഞ്ഞ സെക്ഷൻ, അതായത് ഷൂട്ടിംഗ് ഫ്ലോ നടക്കുന്ന ആ ഒരു സെക്ഷനിലുള്ള ഡെപ്ത്. ഓക്കെ, അതിനെ നമ്മൾ D1 എന്ന് ഡിനോട്ട് ചെയ്തു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. D1 എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1-1. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2-2നെ, അതായത് ഈ ഒരു ഷൂട്ടിംഗ് ഫ്ലോയിൽ നിന്നും സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ ട്രാങ്ക്വൽ ഫ്ലോയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് എന്തായി, അവിടെ ഒരു 2-2 എന്ന് പറയുന്ന സെക്ഷനിൽ D2 എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടായി. അപ്പോൾ ഈ ഡെപ്തിനെയാണ് ഈ ഹൈഡ്രോളിക് ജമ്പിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഹൈഡ്രോളിക് ജമ്പിന് മുമ്പും ശേഷവും എന്താണ്, 2 ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ട്. അപ്പോൾ ആ 2 ഡെപ്തിനെ നമ്മൾ എന്ത് പറയും, എന്താ പറയുക, നമ്മളതിനെ സീക്വൻ്റ് ഡെപ്ത്സ് എന്ന് പറയും. ഓക്കെ, സീക്വൻ്റ് ഡെപ്ത്സ് എന്ന് അതിനെ പറയും. ഇപ്പോൾ സീക്വൻ്റ് ഡെപ്ത് എന്താണ്, സീക്വൻ്റ് ഡെപ്ത് എന്ന് പറയുന്നത് 1-1 എന്ന് പറഞ്ഞ സെക്ഷനിലെയും 2-2 എന്ന് പറഞ്ഞ സെക്ഷനിലും 2 ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടാവുന്ന ആ ഡെപ്ത്സിനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെപ്ത് കണ്ടുപിടിക്കണമല്ലേ, എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ നമുക്ക് D2 - D1 ആണ് നമുക്ക് ഫൈനലി കിട്ടേണ്ടത്, ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഹൈഡ്രോളിക് ജമ്പിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റൈസ് ഉണ്ടായി, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞല്ലേ. അപ്പം ഈ ഒരു ഡെപ്ത് D1, 1-1 സെക്ഷനിൽ ഇത്രയൊരു ഡെപ്ത് D1ഉം ഇവിടെ D2. അപ്പോൾ D2 - D1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കിട്ടും അല്ലേ. ഓക്കെ, സോ V1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1-1 ആണ്, V2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2-2 ആണ്. പിന്നെ അതേപോലെ 2 ടേം കൂടെ കൊടുത്തിട്ടുണ്ട്, Z1 ബാറും Z2 ബാറും. അപ്പോൾ Z1 ബാറും Z2 ബാറും എന്താണ്, Z1 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് ഓഫ് ഏരിയ അറ്റ് സെക്ഷൻ 1-1 ബിലോ ഫ്രീ സർഫേസ്. അതായത് സെക്ഷൻ 1-1 ഫ്രീ സർഫേസ് ഇതാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ചാനലാണെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ റെക്റ്റാങ്കുലർ ചാനലാണെങ്കിൽ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുന്നത് D/2 ആയിരിക്കും അല്ലേ, ടോപ്പിൽ നിന്ന്. കാരണം ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും, ഡെപ്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്, സെൻട്രലായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ആയിരിക്കും, D/2 അല്ലെങ്കിൽ H/2 ഒക്കെ ആയിരിക്കും എന്ത്, സെൻട്രോയിഡ്. അപ്പോൾ ഫ്രീ സർഫേസ്, ഈ ടോപ്പിലുള്ള സർഫേസിൽ നിന്ന് താഴോട്ട് സെൻട്രോയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് Z1. Z2 എന്ന് പറയുന്നത് അതേ വാല്യൂ തന്നെയാണ്, സെക്ഷൻ 2-2ലുള്ളതാണ് Z2 ബാർ എന്ന് പറയുന്നത്. സോ A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 1-1 ആണ്, A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 2-2 ആണ്. ഓക്കെ, ദെൻ വി ക്യാൻ സേ കൺസിഡർ യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ചാനൽ. ചാനലിൻ്റെ വിഡ്ത്ത് യൂണിറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, യൂണിറ്റ് വാല്യൂ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏരിയ എടുക്കുമ്പോഴൊക്കെ അത് യൂണിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ. സോ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ മാസ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻസ് 1-1 ആൻഡ് 2-2. ഈ സെക്ഷൻ 1-1നും 2-2നും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇപ്പോൾ ഈ സെക്ഷൻ 1-1ൻ്റെയും 2-2ൻ്റെ ഇടയിൽ മാസ് ഓഫ് വാട്ടർ ഉണ്ടല്ലേ, ഒരു മാസ് ഓഫ് വാട്ടർ ഉണ്ടല്ലോ. സോ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, പ്രഷർ ഫോഴ്സ് P1. ഈ ഒരു സെക്ഷനിൽ നമ്മൾ യൂഷ്വലി നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, ഇത്തരം സെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് പ്രഷർ ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് അല്ലേ. P1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സ് ആയിട്ട് സെക്ഷൻ 1-1. ഒബ്വിയസ്ലി അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു മാസ് ആ ഒരു സെക്ഷനിലെ മാസ് ഓഫ് വാട്ടർ എടുക്കുമ്പോൾ എന്താണ്, ആ ഒരു ബാലൻസ് ചെയ്യാൻ ഓപ്പോസിറ്റ് സൈഡിൽ പ്രഷർ എന്തായിരിക്കും, എതിർദിശയിൽ അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ P2 ഈ ഡയറക്ഷനിലാണ് വരുന്നത്. സോ പ്രഷർ ഫോഴ്സ് P2 ഓൺ സെക്ഷൻ 2-2. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ചാനൽ വിച്ച് ഈസ് അസ്യൂംഡ് ടു ബി നെഗ്ലിജിബിൾ. ഇപ്പോൾ നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇതാ ഈ ഒരു എന്താണ്, ഫ്ലോർ ഓഫ് ചാനൽ, ബോട്ടം ഓഫ് ചാനലിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഇവിടെ സ്മോൾ ക്യൂ എടുത്തിട്ടുണ്ട്, നേരത്തെ നമ്മൾ സ്മോൾ ക്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ ഈ ഒരു എന്താണ് നമ്മുടെ
ഫ്രോഡ് നമ്പറൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂ എന്താണ്? ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു യൂണിറ്റ് വിഡ്ത്താണെന്ന് കൺസിഡർ ചെയ്യാനൊക്കെ പറഞ്ഞു അല്ലേ, യൂണിറ്റ് വിഡ്ത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ് സ്മോൾ ക്യൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു D1 ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു V2. അപ്പോൾ ഡിസ്ചാർജ് ഏത് സെക്ഷൻ എടുത്താലും ഈക്വൽ ആണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V1 AV ആണ് അല്ലേ, Q ഈസ് ഈക്വൽ ടു AV ആണ്. നമ്മൾ ക്യാപിറ്റൽ Q, ഡിസ്ചാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്, ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു AV, ഏരിയ ഇൻറ്റു വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അങ്ങനെ തന്നെയാണ്, വെലോസിറ്റി ഉണ്ട് പക്ഷേ ഏരിയ ഇല്ല. ഏരിയ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇവിടെ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത് ആണെന്ത് ഏരിയ, പക്ഷേ ഇവിടെ വിഡ്ത്ത് യൂണിറ്റി ആണല്ലോ, വിഡ്ത്തിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ യൂണിറ്റി ആണ്. അപ്പോൾ എന്താണ് D1 ഇൻറ്റു വിഡ്ത്ത് B ആണെങ്കിൽ B എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ D1 മാത്രമല്ലേ വരുള്ളൂ ഏരിയ എടുക്കുമ്പോൾ. അതാണ് ഇവിടെ V1 ഇൻറ്റു D1 എന്നെടുത്തത്. സോ രണ്ട് സെക്ഷനിൽ എന്താണ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഈക്വൽ ആണ്. V1 ഇൻറ്റു D1 ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു D2. സോ അപ്പോൾ നമുക്ക് പ്രഷർ ഫോഴ്സ് P1 അറ്റ് സെക്ഷൻ 11ലുള്ള പ്രഷർ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഓൾറെഡി അറിയാം, റോ G ഇൻറ്റു ഏരിയ ഇൻറ്റു എന്താണ് Z1 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡ്. അതാണ് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. P1ൻ്റെ വാല്യൂ നമ്മൾ മുമ്പ് ഒരുപാട് ഡെറിവേഷൻസിലൊക്കെ നിങ്ങൾ മുമ്പത്തെ പോർഷൻസൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ പ്രഷർ ഫോഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു Z1, സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Z1 എന്ന് പറയുന്നത്. ഓക്കെ, സോ Z1 എന്ന് പറയുന്നത് ഇവിടെ റെക്റ്റാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ D1/2 ആയിരിക്കും അല്ലേ, ഡെപ്ത് ബൈ 2 അല്ലെങ്കിൽ ഹൈറ്റ് ബൈ 2 അല്ലേ റെക്റ്റാങ്കുലറിൽ നമ്മൾ സെൻട്രോയിഡ് എടുക്കുന്നത്. അപ്പോൾ D1/2, അപ്പോൾ റോ G D1² 2. അതേപോലെ തന്നെ പ്രഷർ ഫോഴ്സ് ഓൺ സെക്ഷൻ 2 ആണെങ്കിലോ P2 ഈസ് ഈക്വൽ ടു റോ G A2 Z2 ആണ്. Z2നെ നമുക്ക് D2/2 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ G D2² 2. സോ ദെൻ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ 11 ആൻഡ് 22. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. സോ P2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ P2 മൈനസ് P1 ആണ് അവിടെയുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റോ G D2² 2 മൈനസ് റോ G D1² 2 ദാറ്റ് ഈസ് ഈക്വൽ ടു റോ G/2 ഇൻറ്റു D2² മൈനസ് D1². ഓക്കെ, സോ നമുക്കറിയാം P2 ഈസ് ഗ്രേറ്റർ ദാൻ P1 ആണ് അല്ലേ, ഒരു ഡിസ്റ്റൻസ് അപ്പാർട്ട് ആണല്ലോ കിടക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വി നോ ദാറ്റ് ഫ്രം മൊമെൻറ്റം പ്രിൻസിപ്പിൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഓഫ് ഫ്ലൂയിഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ ദ സെയിം ഡയറക്ഷൻ. നമുക്കറിയാം മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്താണ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് നെറ്റ് ഫോഴ്സ് നമുക്ക് കിട്ടി, നമുക്ക് ഇനി എന്താ വേണ്ടത്? അതിന് ഇക്വേറ്റ് ചെയ്യാൻ മൊമെൻറ്റം പ്രിൻസിപ്പിൾ വെച്ച് അതിന് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അറിയണം അല്ലേ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണ്? മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എന്ത്? മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ. മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത് ഇൻറ്റു ചേഞ്ച് ഓഫ്, ഈ മാസ് ഓഫ് വാട്ടർ നമ്മൾ പറയുന്ന ഈ ക്വാണ്ടിറ്റീനെയാണല്ലേ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ ഇനി നൗ മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ആണെന്ത്? നമുക്കറിയാം, നമ്മൾ മുമ്പ് ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ പൈപ്പ് ഫ്ലോയിലും എല്ലാ കേസിലും നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്, ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് പാസിങ് ത്രൂ എ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒരുപാട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മയില്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കാം. സോ ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ആണ് വരിക മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ് സ്മോൾ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? യൂണിറ്റിയാണ്. അപ്പോൾ ഇൻറ്റു 1 ചെയ്താൽ ഡിസ്ചാർജ് കിട്ടി. റോ ക്യൂ ഇൻറ്റു 1 ദാറ്റ് ഈസ് റോ ക്യൂ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സോ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്താണ്? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലെ ചേഞ്ച് ഓഫ് വെലോസിറ്റി V1 ഉം V2 ആണ്. V1 മൈനസ് V2 ആണ്. ആസ് നെറ്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, നെറ്റ് ഫോഴ്സ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഷുഡ് ബി ടേക്കൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ഹെൻസ് ഈക്വൽ ടു V1 മൈനസ് V2. അതുകൊണ്ടാണ് നമ്മൾ V1 മൈനസ് V2 എന്ന് എടുത്തത്. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? റോ ക്യൂ ഇൻറ്റു മാസ്, നമ്മൾ പറഞ്ഞു അല്ലേ, മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലോ, രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ റോ ക്യൂ ഇൻറ്റു V1 മൈനസ് V2. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം നെറ്റ് ഫോഴ്സിനെ
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് ദാറ്റ് വി വിൽ ഗെറ്റ് റോ ജി ബൈ 2 ഇൻറ്റു d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ക്യൂ ഇൻറ്റു v1 മൈനസ് v2. സോ v1 ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ d1. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇക്വേഷൻ 1 നമ്മൾ എഴുതിയിട്ടുണ്ട്. v1 ഇൻറ്റു d1 ആണ് സ്മോൾ ക്യൂ, v2 ഇൻറ്റു d2 ആണ്, അതും എന്താണ് ക്യൂവിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് v1ഉം v2ഉം കിട്ടുമല്ലോ, ക്യൂ ഡിവൈഡ് ബൈ d1. ഇനി നമ്മൾ ഈ v1ഉം v2നും ഈ ഒരു ക്യൂ ഡിവൈഡ് ബൈ d1ഉം ക്യൂ ഡിവൈഡ് ബൈ d2 എന്ന വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് ക്യൂ ഉണ്ടല്ലേ, അതിനെ പുറത്തോട്ടെടുത്താൽ ഇവിടെ ഒരു റോ ക്യൂ ഉണ്ടല്ലേ. അപ്പോൾ ക്യൂ ഇൻറ്റു ക്യൂ വരും അല്ലേ. സോ ക്യൂ സ്ക്വയർ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 1/d1 മൈനസ് 1/d2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d2 മൈനസ് d1 ഡിവൈഡ് ബൈ d1 d2 എന്ന് കിട്ടും, ഇൻറ്റു ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ എന്തായി, d2 പ്ലസ് d1 ഇൻറ്റു d2 മൈനസ് d1 ആവും. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് അറിയാം. ഓക്കെ, സോ അങ്ങനെ ഇതും എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, d2 രണ്ട് സ്റ്റെപ്പ് ഉണ്ട്, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ d2 ഒന്ന് അറേഞ്ച് ചെയ്യുക, d2 പ്ലസ് d1 ഈസ് ഈക്വൽ ടു 2q സ്ക്വയർ ഡിവൈഡ് ബൈ g ഇൻറ്റു d1 d2. ഓക്കെ, സോ നമ്മൾ രണ്ട് സൈഡിലും d2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും നമ്മൾ d2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ട് സൈഡിലും d2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, d2 സ്ക്വയർ പ്ലസ് d1 d2 ഈസ് ഈക്വൽ ടു 2q സ്ക്വയർ ഡിവൈഡ് ബൈ g d1. d2 മുകളിൽ ഉണ്ട്, ഇവിടെ താഴെ ഒരു d2 ഉണ്ടല്ലേ റൈറ്റ് സൈഡിൽ. സോ d2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ d2 ക്യാൻസൽ ആയി പോകും, 2q സ്ക്വയർ ബൈ g d1 ആവും. ഇനി നമ്മൾ അതിനൊരു ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് മാറ്റുക. അതായത് 2q സ്ക്വയർ ബൈ g d1നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കിട്ടി, d2 സ്ക്വയർ പ്ലസ് d1 d2 മൈനസ് 2q സ്ക്വയർ g d1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ എങ്ങനെ എഴുതേണ്ടത് നമുക്കറിയാമല്ലോ. സോ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ നമ്മൾ എഴുതുവാണ്, d2 ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് d1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ മൈനസ് 4ab വരുമല്ലോ, 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് എന്താണ് 4ac, അപ്പം മൈനസ് 2q സ്ക്വയർ ബൈ g d1 എന്ന് വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്യുക. ഇത് ഈ കിട്ടിയേക്കുന്ന ഈ ഒരു വാല്യൂ നമ്മളൊന്ന് സോൾവ് ചെയ്തെടുക്കുക. ഇവിടെ d1 സ്ക്വയർ ആണ്, മൈനസ് 4, ഇതിന് ബ്രാക്കറ്റിനകത്തൊരു -2 ഉണ്ട്. അപ്പോൾ എന്തായത് പ്ലസ് 8 ആയി അല്ലേ. സോ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് 8q സ്ക്വയർ ബൈ g d1 എന്ന് കിട്ടി. സോ അതിനെ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, മൈനസ് d1 ബൈ 2 പ്ലസ് ഓർ മൈനസ് ഇങ്ങനെ കിട്ടി അല്ലേ, റൂട്ട് ഓഫ് ദിസ് വാല്യൂ ഡിവൈഡ് ബൈ 2. സോ മൈനസ് d1 ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇങ്ങനെ കിട്ടും. സോ നമുക്ക് ഇതിനകത്ത് പ്ലസ് ഉണ്ട്, ഇപ്പം ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നാണല്ലേ വരുന്നത്. സോ ദ ടു റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആർ എന്താണ്, ഒന്ന് ഇവിടെ മൈനസ് വരുന്നത് മൈനസ് d1 ബൈ 2 മൈനസ് റൂട്ട് ഓഫ് വരും, മറ്റേത് മൈനസ് d1 ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് വരും. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ അങ്ങനെയാണ് വരുന്നത്. സോ നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂ ആക്സെപ്റ്റബിൾ അല്ല. നമുക്ക് എന്താണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. പോസിറ്റീവ് ആണ് ആക്സെപ്റ്റബിൾ ആവുന്നത്, അല്ലെങ്കിൽ അത് ഡെപ്ത് നെഗറ്റീവ് ആയി പോകും അല്ലേ. അങ്ങനെ ആവാൻ പാടില്ലല്ലോ, ഡെപ്ത് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ d2 ഈസ് ഈക്വൽ ടു മൈനസ് d1 ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് 2q സ്ക്വയർ ബൈ g d1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് d1 ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് q ബൈ d1 നമുക്ക് എന്താ v1 എന്ന് പറഞ്ഞൊരു വാല്യൂ അറിയാം അല്ലേ. സോ ആ ഒരു വാല്യൂ ഇവിടെ q സ്ക്വയർ ബൈ d1 ഉണ്ടല്ലോ, ഒരു q ബൈ d1 നമുക്ക് v1 എന്നുള്ള വാല്യൂ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ qക്ക് നമുക്ക് v1 d1 എന്നുള്ള വാല്യൂ അറിയാമല്ലോ. നമ്മൾ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് q ഈസ് ഈക്വൽ ടു v1 d1 എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. സോ v1 d1 അവിടെ കൊടുക്കുക, സ്ക്വയർ ചെയ്യുക. കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്, മൈനസ് d1 ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് 2v1 സ്ക്വയർ d1 ബൈ g എന്ന് കിട്ടും. സോ നമുക്ക് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് d2 മൈനസ് d1 ആണ് എന്ത് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ.